Hi, welcome to TECHWINGSYS. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ WordPressന്റെ പുതിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, അതായത് ഏറ്റവും ഷോർട്ട് ടൈമിനുള്ളിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം എങ്ങനെ ഏറ്റവും ഫാസ്റ്റർ വേയിൽ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ മുൻപ് നമ്മൾ വേർഡ്പ്രസ് ലോക്കലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്കൽ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഒരു പുതിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ട്രെയിനിങ് കോഴ്സുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TECHWINGSYSനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് സൈറ്റ് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കറലി ഈ ഒരു വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിനെയാണ് നമുക്ക് ഏറ്റവും നല്ലൊരു മോഡേൺ രീതിയിലായിട്ട് മാറ്റാനായിട്ടുള്ളത്. നമുക്കിനി അതിനായിട്ട് നമുക്കൊന്ന് അഡ്മിൻ ലോഗിൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറക്കാതെ ഇവിടെ ആഡ് ചെയ്യുക. ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അതായത് ഒരു ഫാസ്റ്റായിട്ട് റെഡിമെയ്ഡ് വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു തീം ഇൻസ്റ്റാൾ ചെയ്യണം. ആസ്ട്ര തീം. അതായത് അപ്പിയറൻസിൻ്റെ ഇവിടെ തീംസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആസ്ട്ര എന്ന് ടൈപ്പ് ചെയ്യുക. സ്കിൽസ് ഉയർത്തി നല്ലൊരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും TECHWINGSYSന്റെ പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കോഴ്സ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമുക്ക് ഈ ഒരു തീമാണ് നോർമലി വേണ്ടത്. ഇത് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയ ശേഷം നമ്മളോട് ചോദിക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു തീം ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആസ്ട്ര തീം ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് വ്യത്യാസമാണ് സൈറ്റിന് വന്നിട്ടുള്ളതെന്ന്. സൈറ്റിൻ്റെ ഡിസൈനിൽ ഒരു ചേഞ്ചസുകൾ നോർമലി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നിന്നായിരിക്കും നമുക്കൊരു മോഡേൺ രീതിയിലോട്ട് മാറ്റാനായിട്ടുള്ളത്. അതിനായിട്ട് നമുക്കൊരു പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഡാഷ്ബോർഡ് വരിക. പ്ലഗിൻസിൻ്റെ ഇവിടെ ആഡ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ആസ്ട്ര തീമിലോട്ട് ഒരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റിനെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ സെർച്ച് ചെയ്യുക സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്. ഈ ഇവിടെ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആക്കിയ ശേഷം ഇത് ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ ബിൽഡ് യുവർ വെബ്സൈറ്റ് നൗ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളോട് ചോദിച്ചു ഏത് പേജ് ബിൽഡറാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 3 പേജ് ബിൽഡേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എലമെൻറ്റർ എന്ന ഈ ഒരു പേജ് ബിൽഡറായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളമായിട്ടുള്ള റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകളായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതൊന്ന് ലോഡായിട്ട് വരാനായിട്ടുള്ളൊരു ഡിലേ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് കാറ്റഗറി അനുസരിച്ച് നമുക്ക് റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ആദ്യം കാണുന്ന ഈ ഒരു ടെംപ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു പേജ് വന്നു. ഈ ഒരു പേജ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ലോഗോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ലോഗോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവർ പറയുന്ന ഈ ഒരു ഡൈമെൻഷൻസ് അനുസരിച്ച് നമുക്ക് ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ ആണ് കൊടുക്കുന്നത്. ദെൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കളർ കോമ്പിനേഷൻ
കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സൈറ്റിൽ എന്ത് രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ടുകൾ ഏത് സ്റ്റൈലിൽ വേണമെന്ന് ചൂസ് ചെയ്യാം. ദെൻ കണ്ടിന്യൂ, ദെൻ സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ്. അപ്പോൾ നമ്മളിപ്പം ചൂസ് ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് തീം നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് സമയമെടുക്കും. then അതിനുശേഷം നമുക്ക് ആ റെഡിമെയ്ഡ് സൈറ്റിനെ നമ്മുടെ രീതിക്കനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ തീം ഇപ്പം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പേജ് ഒന്ന്, അതായത് നമ്മുടെ സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം ആയിട്ടുള്ളത്. കാരണം നമ്മളിപ്പം അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു തീം ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെയുള്ള ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹൈറാസ് ഫോർ ഇതൊക്കെ കളയണമെങ്കിൽ നമുക്ക് കളയാനായിട്ട് പുതിയ പോർഷൻസ് ആഡ് ചെയ്യാനായിട്ട് എല്ലാം നമുക്ക് സാധിക്കും. അതിനായിട്ട് ഇവിടെ എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിതിപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുക. ദെൻ TECHWINGSYS എന്ന് ഞാൻ കൊടുത്തു. ഈ ഒരു പോർഷൻ്റെ മാറ്റണമെങ്കിൽ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. പുതിയ പോർഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് സെക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ നോർമലി ചെയ്തത് ആസ്ട്ര എന്ന് പറയുന്ന തീം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് റെഡിമെയ്ഡ് സൈറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആസ്ട്ര തീം നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. ദെൻ അതിനുശേഷം നമ്മൾ പ്ലഗിൻ ആഡ് ചെയ്തു. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന പ്ലഗിൻ നമുക്ക് ആഡ് ചെയ്തു. ദെൻ അതിൽ നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈൻസ് ആണോ വേണ്ടത്, അത് ധാരാളം ഡിസൈൻസ് ഉണ്ട്. അതിനകത്തൊരു ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്തു. ദെൻ അതിനുശേഷം നമുക്ക് എലമെൻ്റർ പേജ് എഡിറ്റർ ഉപയോഗിച്ച് നമ്മുടെ പേജ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചെയ്തിട്ടുള്ള എഡിറ്റ് എല്ലാം കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടുത്തെ ഉള്ള ആ ഒരു ഹെഡിങ് ഒക്കെ നമ്മൾ മാറ്റിയായിരുന്നു. അതിനുശേഷം TECHWINGSYS എന്ന് ആഡ് ചെയ്തിട്ടുള്ള അതെല്ലാം ഇവിടെ ആഡ് ഓണായി വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതെല്ലാം ഫുള്ളി എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കും നമ്മൾ ഒരു വെബ്സൈറ്റ് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സ്കിൽസ് ഉയർത്തി നല്ലൊരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും TECHWINGSYSന്റെ പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ കോഴ്സ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും.